ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് തേങ്ങക്കകത്ത് സാമ്പാർ റെസിപ്പി നോക്കാം കേട്ടോ. അതിന് കുക്കറിലേക്ക് തക്കാളി, ഉള്ളി, പിന്നെ കുതിർത്ത് വെച്ച പരിപ്പ് ഇടാം കേട്ടോ. പിന്നെ കഷ്ണങ്ങളായിട്ട് മത്തൻ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കായ കേട്ടോ. പിന്നെ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കഷ്ണങ്ങളും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ വേവിക്കാൻ വെക്കാം കേട്ടോ. സമയം കൊണ്ട് നമുക്ക് വഴുതിരിങ്ങ, മുരിങ്ങക്കായ, കുമ്പളങ്ങ, ബീൻസ് കേട്ടോ, ഇവ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മാത്രം മതി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഇട്ടിട്ട് വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ പകുതി വെന്ത പച്ചറിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കുക്കറിൽ പച്ചക്കറി വെന്തിട്ട് അതും അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ട് പുളിയൊന്ന് പിഴിഞ്ഞിട്ട് പുളിയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ല തിളപ്പിക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെക്കുക. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി മാറ്റി വെക്കാം കേട്ടോ. പിന്നെ വേറൊരു ചട്ടി എടുക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പിലയും പച്ചമുളക് ഇടുക. പിന്നെ ഈ നമ്മൾ മാറ്റി വെച്ച പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കരിയാണ്ട് ഇരിക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ആ പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് വണക്കിയതിന് ശേഷം ലാസ്റ്റ് കായപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കിയിട്ട് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്നും കൂടി തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ നല്ല കുറുന്നനുള്ള അടിപൊളി സാമ്പാർ റെഡി ആയിട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ അതൊരു ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേട്ടോ. ഓരോരുത്തരും ഓരോ വിഭവങ്ങൾ ഏറ്റെടുത്തു. ഞാൻ സാമ്പാറായിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ ഓണ സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗം കൂടി സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.